ലംഘിടുന്നോരെ കാണുവാൻ വിധി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മുഅ്മിനീങ്ങളെ ശാന്തം. നമ്മുടെ ഖുതുബയിൽ ഇന്ന് സംസാരിച്ച വിഷയം ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തെ വിഷയം ഖിയാമത്ത് നാൾ കൊണ്ടുള്ള വിശ്വാസം. അതുണ്ടായാലാണ് നമ്മുടെ ഇബാദത്തുകൾക്കും നമ്മുടെ ജീവിതത്തിനും എല്ലാത്തിനും ഒരു പ്രത്യേകമായ ഒരു അർത്ഥം ഉണ്ടാവുക. ആ വിശ്വാസം വേണം. അത് ഉള്ളത് കൊണ്ടാണ് നാം നിസ്കരിക്കുന്നത്. അത് ഉള്ളത് കൊണ്ടാണ് മറ്റൊരാളെ അടിക്കാനോ തല്ലാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഞങ്ങൾ തയ്യാറാവാത്തത്. കാരണം അള്ളാന്റെ കോടതിയുണ്ട്, ഖിയാമത്ത് നാളുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ എല്ലാ മനുഷ്യരെയും അള്ളാഹു തആല കൊണ്ടുവരും എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആ വിശ്വാസം നമ്മുടെ ഈമാനിന്റെ ഭാഗം. എന്തോ പറഞ്ഞു, അന്നലി ദുനിയാ ആഖിറത ഫവഹാലികുൻ ഇല്ലല്ലാഹ്. ഈ ദുനിയാവ് മുഴുവനും നശിച്ചു പോകും. ഇവിടെ ബാക്കിയാകുന്നത് അല്ലാഹ് മാത്രമാണ്. എല്ലാ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അടക്കം ജിബ്രീൽ അടക്കം എല്ലാവരും മരിച്ചു. ബാക്കിയാകുന്നത് അല്ലാഹ് മാത്രമാണ്. അല്ലാഹ് ഹയ്യാണ്. അല്ലാഹ് മരണമില്ലത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യ്. അല്ലാഹു ഹയ്യാണ്, എപ്പോഴും ഹയ്യാണ്. ഖിയാമത്ത് നാളാകുമ്പോ അല്ലാഹ്ക്ക് ഒരു മരണം ഇല്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാം അടക്കം മരിച്ചു. എല്ലാം ഇവിടെ നശിച്ചു പോകുന്നതാണ്. ബാക്കിയാകുന്നവൻ അല്ലാഹു മാത്രമാണ്. ആമിനൂ ബി, അത് നിങ്ങൾ വിശ്വസിക്കണേ. പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അല്ലാഹു ആ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹ് പല ഹദീസുകളിൽ നമ്മോട് പേടിപ്പിച്ച് അറിയിച്ച ഒരു വിഷയം കൂടിയാണ്. സൃഷ്ടികളെ മുഴുവനും അല്ലാഹു മരിപ്പിക്കും. പിന്നെ അവരെ രണ്ടാമതും അല്ലാഹു തആല പുനർജീവിപ്പിക്കും. മരിക്കലോടുകൂടി അമുസ്ലിമീങ്ങളെ പോലെ വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ. മരിക്കലോടുകൂടി തീർന്നു പോകുന്ന ലോകമല്ല നമ്മുടെ ലോകം. നമ്മുടെ കാഴ്ചക്ക് മാത്രം മയ്യത്ത് പോലെ കാണും. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മയ്യത്ത് ഒരാളുടെ മയ്യത്ത് ദഫൻ ചെയ്ത് ആ മനുഷ്യൻ അവിടെയുള്ള ആളുകൾ തിരിച്ചു പോകുമ്പോ അവരുടെ കാല് ചവിട്ടുന്ന അവരുടെ ചെറുപ്പിന്റെ ശബ്ദം പോലും ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ കേൾക്കുമെന്ന സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. മരിക്കലോടുകൂടി അവിടെ തീർന്നു പോകുന്ന ലോകമല്ല. ഞങ്ങൾ നടന്നു വരുന്ന ചെറുപ്പിന്റെ ശബ്ദം പോലും മരിച്ചു കിടക്കുന്ന ഖബറാളികൾക്ക് കേൾക്കുമെന്നാണ്. പിന്നെ ഞങ്ങൾ തൽത്തീൻ ഓതി കൊടുത്താൽ കേൾക്കാതിരിക്കോ? തൽത്തീൻ ഓതി കൊടുത്താൽ കേൾക്കാതിരിക്കോ? മരിച്ച മയ്യത്തിന്റെ ഖബറിന്റെ അടുത്ത് തഹ്മീദ് ചൊല്ലിയ അല്ലെ, തഹ്മീദ് എല്ലാവരും ചെല്ലുന്നുണ്ട്. സുന്നികളെ മാത്രമല്ല, എല്ലാ ആളുകളും തഹ്മീദ് ചെല്ലുന്നു. اللهم ثبته عند السؤال، اللهم ألهمه الجواب، اللهم جافي الخبر عن جنبه، اللهم اغفر له وارحمه، اللهم آمنه من كل الفساد. أهل السنة والجماعة മാത്രമല്ല ബിദഅികൾ പോലും ചെയ്യുന്നതാണ്. പക്ഷെ അവർക്ക് തഹ്മീദ് മറ്റേ നടത്തിന് പറ്റൂല. ഇതല്ല പറ്റൂല. മയ്യിത്തിന് വേണ്ടിയിട്ട് ഖബർ അകറ്റി കൊടുക്കണേ, മയ്യിത്തിന് പൊരുത്തു കൊടുക്കണേ, മയ്യിത്തിനെ റഹ്മത്ത് ചെയ്യണേ, മയ്യിത്തിനെ പേടി കൊടുക്കണ്ടേ. അല്ലാഹ് ആമിനോ മിൻ കുല്ലിൽ ഫസൽ, എല്ലാ പേടിക്കപ്പെടുന്ന സന്നിവേശങ്ങളിൽ നിന്ന് മയ്യത്തിന് പേടിയില്ലാത്ത ഒരു അവസ്ഥ കൊടുക്കണേ. ഇതൊക്കെ എല്ലാവരും പറയും. പക്ഷെ തർത്തീന് പറ്റൂല. തർത്തീന് പറ്റൂല. എന്തൊരു അവസ്ഥയാണ്? എന്താ തർത്തീന്? തർത്തീന് മയ്യിത്തിനെ ഓർമ്മപ്പെടുത്തി കൊടുക്കലാണ്. തർത്തീൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് ചൊല്ലിക്കൊടുക്കലാണ്. അത് ചൊല്ലിക്കൊടുക്കലാണ്. മയ്യിത്തിന് ചൊല്ലിക്കൊടുക്കല. കാരണം ഞമ്മ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ മയ്യത്താതെ ആ മലക്ക് ആദ്യമായിട്ടുണ്ടാവും, ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചെറുപ്പിന്റെ ശബ്ദം കേൾക്കുന്ന ആ പാവത്തിന്
നാം ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടിട്ട് നിന്റെ റബ്ബായ എന്ന് ചോദിക്കുമ്പോ നാം ഇവിടെ ചൊല്ലി കൊടുക്കാൻ അല്ലാഹു റബ്ബി, അത് കേട്ടിട്ട് മയ്യത്ത് ചൊല്ലിയാൽ സലാമത്തായില്ലേ? അത് വേണ്ടതാണ്, സലാമത്താക്കണ്ടാണ്. മയ്യത്തിന് സലാമത്താക്കണ്ട, അത് ചൊല്ലി കൊടുക്കണ്ട, അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ മരിക്കലോടുകൂടി തീർന്ന രോഗമല്ല മുഅ്മിനീങ്ങളുടെ രോഗം, മരിക്കലോടുകൂടി ആരംഭിക്കുന്ന രോഗമാണ് മയ്യത്ത്. ഇതൊരു യാത്രയാണ്, ഒരു സഫറാണ്. റസൂൽ പറഞ്ഞങ്ങനെ ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു സഫറാണ്. ഈ സഫർ തീരുമ്പോ നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുക, മരണത്തോടുകൂടി എല്ലാം തുടങ്ങാം. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. ഉണ്ടായാലേ നമുക്ക് ഈ അള്ളാഹിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയൂ. അതിൽ പറഞ്ഞു നരകത്തിലിട്ടവർ അള്ളാഹ് ശിക്ഷിക്കും. അള്ളാഹുവിനെ അനുസരിച്ച ആളുകൾ അവരുടെ മടക്കം സ്വർഗത്തിലാണ്. അല്ലെ, ആ ഒരു വിശ്വാസത്തിന് പ്രശ്നം വന്നപ്പോഴാണ് നമ്മുടെ ഇന്ന് എല്ലാ തോന്നിവാസങ്ങളും ഇന്ന് കാണുന്നത്. ആഴ്ചയിലാണ് നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ സംസ്ഥാനത്തിൽ, അല്ലെ, നമ്മുടെ തൊട്ടടുത്ത ഒരു മലയാളി കുടുംബത്തിന്റെ ഒരു കല്യാണ സദസ്സുകൾ ഞങ്ങൾ തെറ്റിപ്പോയി. എന്ത് ഉപദേശം, എന്ത് ത്യാഗത്തിനാണ്, എന്ത് വരണം, ആർക്കാണത്? വാദ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വാദ പറയുന്ന ഉസ്താദന്മാരൊക്കെ പൈന്യന്മാരാണ്, അവരൊക്കെ പൊട്ടന്മാരാണ്. വാദിനൊരു പ്രസക്തിയില്ല. നാട്ടിലുള്ള കമ്മിറ്റിക്കാർക്ക് ഒരു നിലയും വിലയില്ല. കുടുംബത്തിലുള്ള കാരണവന്മാർ അവരെ പരിഗണിക്കാത്ത ഒരു യുവ സമൂഹമാണ് ഇന്ന് നമ്മുടെ നാട്ടിലും രാജ്യത്തും നമ്മുടെ ജില്ലയിലൊക്കെയും കടന്നു പോകുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. വയനാടിന്റെ ദുരന്തം കഴിഞ്ഞിട്ട് ഒരു കൊല്ലമാകുന്നതേ ഉള്ളൂ. ഒരു നാട് മുഴുവനും നശിച്ചിട്ട് ഒരു കൊല്ലമാകുന്നതേ ഉള്ളൂ. അതിന്റെ ഇടയിൽ പാഠം പഠിക്കാത്ത ഒരുപാട് സമുദായങ്ങളാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്ന കാരണം ആഖിറത്തിനെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് അല്ലാഹു തആല തന്ന ഇന്നത്തെ ഖുതുബയിൽ നമ്മോട് വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ അല്ലാഹു സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ഒരു 5 പൈസയായാലും പോലും, ഒരു നയാ പൈസയായാലും പോലും അതിനെ കുറിച്ചുള്ള ചോദ്യമില്ലാതെ അള്ളാഹിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയൂല. പൈസയാ വേണ്ടുമുട്ടുന്ന ആളുകൾ, അവർക്ക് പൈസ വേണം, അവർക്ക് പൈസ കൊടുക്കണോ, എന്നിട്ടോ വാദ്യം ഊതുന്ന ആളുകൾ അവരെ വാടകയ്ക്ക് കൊണ്ടുവരാൻ, അവർ ചോദിച്ച പൈസ കൊടുക്കാൻ ഏടുന്ന കൊടുക്കുന്നത് അള്ളാഹ് തന്ന പൈസയല്ലേ, അള്ളാഹു തന്ന നിയമത്തല്ലേ. സുബ്ഹാനല്ലാഹു. അതൊന്നും ബോധമില്ലാതെ, അതൊന്നും ചിന്തിക്കാതെ ഒരു ഉത്സവ പരമ്പ് പോലെ നമ്മുടെ കല്യാണ സദസ്സുകൾ മാറ്റാൻ തുടങ്ങി. പാട്ട് പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമില്ല, പാട്ടിനെ കുറിച്ച് വാദമൊന്നും കാര്യമില്ല. അതിന് ഹലാലായ ഒരു തോന്നലാണ്. ചെറുപ്പക്കാരൊക്കെ മുടി വെക്കുന്ന പോലെ ഇപ്പത്തെ കട്ടലുണ്ട്, ഒര കട്ട് ഇസ്രായേലിന്റെ കട്ടല്ല, ഹറാമല്ലേ, തികച്ചു ഹറാമാണ്. വാദം പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇല്ല, അത് കോമനായി നമ്മുടെ മക്കൾക്ക് അതൊക്കെ ഇങ്ങനെ ഹലാലാക്കി കൊടുത്തു. വാദം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുപോലെ കല്യാണ സദസ്സുകളിൽ പാട്ടൊക്കെ ഹലാലായിട്ടുണ്ട്, മ്യൂസിയം ഹലാലായിട്ടുണ്ട്. അത് കല്യാണ സദസ്സിൽ ദ്വാരക്കാൻ വേണ്ടി തങ്ങന്മാർക്കും അടക്കം ഞങ്ങളത് കേട്ടിക്കാണ്. അവർ പോകുന്നത് വരെ ഒരു സമയം ഞങ്ങൾ അവസരം ചെയ്ത് കൊടുക്കുന്നില്ല. അവിടുന്ന് ഭക്ഷണം കഴിച്ചു പോട്ടെ, ഇല്ല, അവർ നിക്കാഹിന്റെ അമീക അഹമ്മദിക എന്ന് പറയുമ്പോ തന്നെ അവരെ പാട്ട് തുടങ്ങി. എന്താ കാരണം? ആഖിറത്തിനെ കുറിച്ചുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ സമുദായത്തിന് ബോധം തരുമാറാകട്ടെ. എല്ലാവിധ അടയാളങ്ങളും പ്രത്യക്ഷമായി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അകങ്കാഴ്ചയുള്ള ഒരു മനുഷ്യനിക്ക് അത് കണ്ടില്ല എന്ന് വെക്കാൻ കഴിയാത്ത രൂപത്തിൽ റസൂലുള്ള എന്തൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞോ അത് നാട് മുഴുവനും വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന തോന്നിവാസങ്ങൾ അധികരിച്ചു പോയി, ഹറാമുകൾ അധികരിച്ചു പോയി, ഹറാമുകൾ ഹലാലാക്കാൻ തുടങ്ങി. നാളുണ്ട്, നമുക്ക് മരിക്കാനുണ്ട് എന്ന ഒരു ചിന്ത പോലും ഇല്ലാത്ത രൂപത്തിൽ അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഉള്ളിൽ നല്ല ഉറച്ച വിശ്വാസം
ആഖിറത്തിനെ കുറിച്ച്, അവിടെ കഷ്ടപ്പെടുന്ന അവസ്ഥയെ കുറിച്ച്, അവിടെ അള്ളാഹുവിന്റെ ഹിസാബിന്റെ മുന്നിൽ ഞങ്ങളെ നിർത്തുന്ന അവസ്ഥയെ കുറിച്ച് നമുക്കെയും ബോധമുള്ളവരായിരിക്കണം. മഹാനായ സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇമാം ഗസാലി അവിടുത്തെ കിതാബിൽ പറഞ്ഞത് കാണാം. ആദ്യമായി അല്ലാഹു ഇസ്ലാമിനെ കൊണ്ടുവരുന്നത് ഈസാ നബി അലൈഹിസ്സലാമിനെയാണ്. ഈസാ നബി ആരാണ്? പ്രവാചകനാണ്. റസൂലുള്ളാഹിന് മുമ്പ് വന്ന പ്രവാചകൻ. അല്ലെ, റൂഹുല്ലാഹ് അള്ളാഹുവിന്റെ റൂഹാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ച ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബിയെ മഹ്ശറയുടെ മുറ്റത്ത് അള്ളാഹു ഇസ്ലാം ചെയ്യുന്നത് എത്ര കൊല്ലമാണെന്ന് അറിയോ? 200 കൊല്ലമാണ്. 200 കൊല്ലം. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. 200 കൊല്ലം. എന്റെ ചോദ്യം, ആ ഈസാ നബിനെ ഒരുപാട് ആളുകൾ ദൈവങ്ങളാക്കി, അല്ലെ ദൈവപുത്രനാക്കി. ഈസാ നസ്രാനികൾ മുഴുവനും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈസാ എന്ന ആ ദൈവപുത്രനെയാണ്. അല്ലെ, അതിന്റെ പേരിൽ ആളുകൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ 200 കൊല്ലക്കാലം അവിടെ ഹിസാബിന് വേണ്ടി നിർത്തുന്ന അവസാനം നിന്ന് ഈസാ നബി അലൈഹിസ്സലാം മുട്ടുകുത്തി അള്ളാഹുവിന്റെ മുന്നിൽ മുട്ടുകുത്തിരുന്ന് കൈകാലുകൾ വിറക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് അവിടുത്തെ ഈയായി പറയുന്നുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങള്, സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്താ? ഈ ഭാവികളായ ദോഷികളായ ജീവിതം മുഴുവനും തെറ്റുകളിലായി കഴിച്ചുകൂട്ടിയ നമ്മുടെ അവസ്ഥ പറയേണ്ടതില്ലെന്നോ? അതുകൊണ്ട് ഈമാൻ നമ്മുടെ ഉള്ളിൽ വരുത്തി നല്ല പ്രവർത്തനങ്ങൾ, നല്ല ഇബാദത്തുകൾ, നല്ല ചിന്താഗതികൾ, നല്ലതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന ഒരു ചുറ്റുപാട് നാം ഇവിടെ ഉണ്ടാക്കിയാൽ ചെറിയ രൂപത്തിലെങ്കിലും അള്ളാഹുവിന്റെ കൂടെ കോടതി ഒരു ചെറിയൊരു സമാധാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പടച്ചോന് നമുക്ക് അതിനുള്ള അവസരം നൽകുമാറാകട്ടെ. പടച്ചോനെ, ഏതെങ്കിലും നമ്മുടെ സമുദായത്തിലുള്ള ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഏതെങ്കിലും ദൂർത്തിന്റെയോ തോന്നിവാസങ്ങളുടെയോ നീ പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങളുടെ പേരിൽ സമുദായങ്ങളെ ഒന്നടങ്കം നീ പരീക്ഷിക്കല്ലേ അല്ലാ, പരീക്ഷിക്കല്ലേ അല്ലാ. കാക്കണേ ഒക്കെ, സലാമത്താക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.